ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും ബദാമതിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറെ നാളുകൾക്ക് ശേഷം നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. നമ്മള് കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇപ്പോഴത്തെ ഒരു ടോപ്പിക്ക് നമ്മളിങ്ങനെ അന്വേഷിച്ച് നമുക്ക് നല്ലൊരു ടോപ്പിക്ക് ഈ പ്രാവശ്യം തുടങ്ങണമെന്ന് അന്വേഷിച്ച് പോയ സമയത്താണ് പക്ക ഒരു ടോപ്പിക്ക് പോയി ഇപ്പം സംസാരിക്കാൻ പറ്റിയ ബെറ്റർ ടോപ്പിക്കാണ്. എന്ന് വെച്ചാൽ അത് പ്രാബല്യത്തിൽ വരാൻ പോകുന്നത് ജൂൺ 15 തൊട്ടാണെന്നാണ് പറയുന്നത്. അപ്പൊ അതിനു മുമ്പ് പുതിയ മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റ വി.ഡി. സതീശൻ സാറിന് എല്ലാ ആശംസകളും നല്ല രീതിയിൽ ഭരിക്കാൻ പറ്റട്ടെ. ഇപ്പൊ 10 വർഷമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ ഭരിക്കുന്നു, പിണറായി സാർ ഭരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ എന്തെങ്കിലും ഉപരി ബെറ്റർ ആയിട്ട് പുള്ളിക്കാരന് പറ്റുമെങ്കിൽ പറ്റട്ടെ. അത് പുള്ളി ഇപ്പൊ ചെയ്യുന്നുണ്ട്, ചെയ്യട്ടെ. നല്ല രീതിയിൽ പോട്ടെ. അവര് പ്രകടന സമയത്ത് ഇലക്ഷൻ സമയത്ത് ഇറക്കിയ എല്ലാ പാലിക്കാൻ പറ്റട്ടെ. എല്ലാ ആശംസകളും നേരുന്നു. അതേപോലെ തന്നെ ഇപ്പൊ പ്രതീക്ഷിച്ചിരിക്കുന്ന പിണറായി സാറിന് എല്ലാ ആശംസകളും. നമ്മൾ കണ്ടൊരു ആ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് പ്രതീക്ഷിച്ചിരിക്കുന്നത് അത് പൂർവ്വശക്തിയോടെ തിരിച്ചു വരട്ടെ. 10-30 സീറ്റ് ഈ പ്രാവശ്യം കിട്ടിയുള്ളൂ. അപ്പൊ അതിനൊക്കെ അടുത്ത പ്രാവശ്യം 5 വർഷം കഴിയുമ്പോൾ ഒരു 100 സീറ്റോടെ LDF വരട്ടെ എന്ന് ആശംസിക്കുന്ന എല്ലാം. അപ്പൊ രണ്ട് പാർട്ടിക്കാർക്ക് അതിൻ്റെതായ ആശംസ നമ്മൾ നേരുന്നുണ്ട്. ഇപ്പൊ ടോപ്പിക് എടുക്കുകയാണെങ്കിൽ KSRTC ബസ്സിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര ഇപ്പൊ അതൊരു ഹോട്ടായിട്ട് നിൽക്കുന്ന കാര്യം എന്ന് വെച്ചാൽ രണ്ട് കാര്യങ്ങളുണ്ട്. അതിന് നല്ല നെഗറ്റീവും ഉണ്ട്, എന്നാൽ ഒരു സൈഡിൽ ഭയങ്കര പോസിറ്റീവായിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പോസിറ്റീവ് എന്ന് പറയാം. അതായത് നമ്മുടെ കേരളത്തിൽ KSRTC ഒരു എനിക്ക് തോന്നുന്നു ഒരു 60-70% സ്ത്രീകളാണ് യാത്ര ചെയ്യുന്നത്. അതിന് വീട്ടമ്മമാര് ജോലിക്ക് പോകുന്നത്, ആഫീസിൽ പോകുന്നത്, അല്ലെങ്കിൽ ഓഫീസിൽ പോകുന്നത്, ഇഷ്ടം പോലെ അവർ എനിക്ക് തോന്നുന്നു നമ്മുടെ ആണുങ്ങളെ കാട്ടി പുരുഷന്മാരെ കാട്ടി ഏറ്റവും കൂടുതൽ KSRTC ബസ് യൂസ് ചെയ്യുന്നത് ഉപയോഗിക്കുന്നത് സ്ത്രീകളാണ്. ഇപ്പൊ അവർക്ക് ഒരു സൗജന്യമായിട്ടൊരു യാത്ര, അല്ലെങ്കിൽ അവർ ഇതിപ്പോ ഇവിടുന്ന് കൊട്ടാരക്കരയിൽ നിന്ന് തിരുവനന്തപുരം പോയി ജോലി ചെയ്യുന്നവരുണ്ട്. അപ്പൊ അവർക്ക് ഒരു ദിവസം ചിലപ്പോൾ 80-85 ചിലവ് 110 രൂപ ചിലവായിരിക്കും, അല്ലെങ്കിൽ ഒരു അങ്ങോട്ടും കിട്ടുമ്പോൾ 200 ചിലവ് വരും. അപ്പൊ അവർക്കത് വേണ്ടാന്ന് വെക്കുന്നതിൽ എനിക്കത് സന്തോഷമുള്ള കാര്യം. ഓക്കെ, നല്ലൊരു കാര്യമാണ്. അങ്ങ് ഒരു കാര്യം പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നല്ലൊരു, അതായത് തമിഴ്നാട്ടിലും കർണാടകയിലും ഇപ്പൊ അങ്ങനെ ഉണ്ട്, ഓൾറെഡി ഉണ്ട്. ഇപ്പൊ നമ്മുടെ കേരളത്തിൽ അങ്ങനെ വന്നത് നല്ല കാര്യം. ഇപ്പൊ അത് നിന്റെ അഭിപ്രായം എന്താ? ഇതൊരു നല്ല കാര്യമാണ്. അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടി ജോലി ചെയ്യുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും ഉണ്ട്. എങ്കിൽ പോലും ഇപ്പം ഭർത്താവ് ഇല്ലാതെ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അവരും മക്കളെ നോക്കാനും അല്ലെങ്കിൽ കുടുംബം നോക്കാനായിട്ടുള്ള ജോലിക്ക് പോകുമ്പോൾ അവർക്ക് ഇത് ഒരു വലിയ ചെലവല്ലെങ്കിൽ പോലും അല്ല, യാത്രാ ചെലവ് ഡെയിലി ചിലപ്പോ 10 രൂപ ഒരു മാസം ആലോചിക്കും. പിന്നെ അത് ചെലവ് തന്നെ ഒന്ന് ചോദിക്കണം. നമുക്കറിയാം, നമ്മൾ ഓർമ്മയുണ്ടോ ഇവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് അവള് തെന്മലയെന്ന് വരുന്ന ടൈമിൽ ഡെയിലി ഇത്ര ചെലവുണ്ടോ? അപ്പം അത് അവർക്ക് ഒരുപാട് ദൂരെ യാത്ര ചെയ്ത് വരുന്ന ആൾക്കാർക്ക് വലിയൊരു സഹായമായിരിക്കും. പിന്നെ ഇത് അപ്പം പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. നടന്ന അടിപൊളിയാ, പക്ഷെ ഇത് നടക്കുമോ? പോസിബിൾ ആണോ അത്? അതെ, ഇപ്പൊ തന്നെ ഒരുപാട് പേര് പിന്നെ ഏത് KSRTCയുടെ ഏത് വണ്ടിയിലാണ് ഇതൊന്ന് സൗജന്യം പറഞ്ഞിട്ടില്ല, ഇതുമായിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷെ പിന്നൊരു ഇതുണ്ട്. നമ്മുടെ പണ്ട് എനിക്ക് തോന്നുന്നു 9 വർഷം മുമ്പാണെന്ന് തോന്നുന്നു, എന്റെ ഒരു ഓർമ്മ കറക്റ്റ് ആണ്, എനിക്കത് കൺഫേം അല്ല. എന്നാലും പിങ്ക് ബസ് എന്ന് പറഞ്ഞ ഒരു സമയത്ത് ഫണ്ട് ഒരു ട്രയൽ പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു പിങ്ക് ബസ്. ഇപ്പൊ ഞാൻ ഇങ്ങനെ കേൾക്കുന്നത് നമ്മളൊരു അറിയാവുന്ന ഒരു രീതിയിൽ സംസാരിച്ചപ്പോ കേട്ടെന്ന് വെച്ചാൽ ഇനിയും പിങ്ക് ബസ് വരാം, സ്ത്രീകൾക്ക് വേണ്ടി മാത്രം. പിങ്ക് ബസ് എന്നുള്ള രീതിയിൽ വണ്ടികൾ വരും. ഒരു സംസ്ഥാന ഒരു ജില്ലയ്ക്ക് ഇത്ര ബസ് വീതം അങ്ങനെയുള്ള രീതിയിൽ പറയുന്നത്, ഓർഡിനറി മാത്രം. അതും എത്ര 100% ഉറപ്പാണോ നമുക്ക് എനിക്ക് ഉറപ്പില്ല. സ്ത്രീകൾക്ക് സൗജന്യം എന്ന് മാത്രമായിട്ടുള്ള അത് സ്ത്രീ എന്താ ഇപ്പം ലേഡീസിനെല്ലാം സൗജന്യമാണെന്നാണോ അങ്ങനെ ഉദ്ദേശിക്കുന്നത്? സ്ത്രീകൾക്കെല്ലാം, കുട്ടികൾക്കും എല്ലാം, എല്ലാവർക്കും എല്ലാ സ്ത്രീകൾക്കും അങ്ങനെ ആയിരിക്കും. അല്ല, കുട്ടികൾക്ക് പിന്നെ ഹാഫും അങ്ങനല്ലേ പറയത്തുള്ളൂ, ഹാഫ് ടിക്കറ്റ്. ഇത് ഇതാണോ നഷ്ടം വരത്തില്ലയോ? പിന്നെ ഉറപ്പായിട്ടും ഒരു നെഗറ്റീവ് പറഞ്ഞു വരുന്ന പോയിന്റ് അതാ. ഇത് നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരുന്ന സ്ഥാപനമാണ്. അത് ഇപ്പൊ നല്ല രീതിയിൽ ഓടുന്നു. ഇങ്ങനെ പദ്ധതി കൊണ്ടുവരുമ്പോ പിന്നെ നഷ്ടത്തിലാവുമോ എന്നുള്ള സംശയം. ഈ പറയുന്ന ഞാനൊരു ന്യൂസ് കണ്ടാണ്. അതും ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എത്രത്തോളം ഉള്ളതാണ്, നമ്മൾ കുറെ പഠിച്ചതാണ്. അതെ, നമ്മളും കുറെ റിസർച്ച് ഒക്കെ ചെയ്തിട്ട് അതും എത്രത്തോളം ഉള്ളതാണെന്ന് അറിയത്തില്ല. എന്നാലേ പറയുന്നത്, എനിക്ക് കർണാടകയിലും തമിഴ്നാട്ടിലൊക്കെ എനിക്ക് ഒരു പ്രതിവർഷം അല്ലെങ്കിൽ എത്ര പ്രതിമാസം ഉണ്ടോ ഇത്ര 460 കോടി രൂപ അവർക്ക് അങ്ങോട്ട് സർക്കാർ കൊടുക്കുന്നുണ്ട്. നമുക്ക് KSRTC പോലെ തമിഴ്നാട് TN. പക്ഷെ തമിഴ്നാട് പറയുന്നത് പറഞ്ഞാൽ ഇപ്പം
വുമൺ എംപവർമെന്റിന്റെ ഭാഗമായിട്ടാണ് അവർക്ക് യാത്രാ സ്വാതന്ത്ര്യം വേണമെന്നുള്ള രീതിയിലാണ് ഇത് അവര് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഇതൊരു മറ്റേ KSRTC എന്ന് പറഞ്ഞാൽ ഒരു പബ്ലിക് സർവീസ് ആണെന്ന അതുകൊണ്ട് അവർക്ക് പബ്ലിക്കിന് വേണ്ടിയിട്ട് അവർ ഇങ്ങനെ ഒരു ഇത് നല്ല കാര്യം. ഇപ്പൊ UDF സർക്കാർ വന്നിട്ട് ഒരു നയം ഇറക്കി അവരിങ്ങനെ ഇത് നല്ലൊരു ഇത് സ്ത്രീകൾക്ക് ഒരു സൗജന്യ യാത്ര നല്ല കാര്യം തന്നെ. ഇപ്പൊ നമ്മുടെ UDF സർക്കാരിന്റെ അവരുടെ ഒരു ഭരണ നയത്തിൽ ഇപ്പൊ ഈ ഒരു ഇത് സംഭവം കൊണ്ടുവച്ചെന്ന് വെച്ചാൽ അവര് ചിലപ്പോ ഒരു ഇലക്ഷൻ സമയത്ത് അതായത് ഇങ്ങനൊരു കാര്യം പറയുമ്പോൾ എല്ലാ സ്ത്രീകൾക്കും KSRTC സൗജന്യ യാത്ര എന്ന് പറയുമ്പോൾ എല്ലാ സ്ത്രീകളും അവർക്ക് വോട്ട് ചെയ്തോളൂ. അതായത് ഓക്കെ ഇവര് ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സൗജന്യ യാത്ര കിട്ടും. അപ്പൊ ഈ പറഞ്ഞ ആ ഒരു വാക്ക് അത് സത്യമാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കത്തുള്ളൂ. അതായത് ഇപ്പൊ ഫാസ്റ്റോ അല്ലെങ്കിൽ അവർ ആ സമയത്ത് അത് പറയണോ, ഇത് പോസിബിൾ ആകണം. അതാണ്. അല്ലെങ്കിൽ അവർ ഓർഡിനറി പറഞ്ഞത് നിങ്ങൾക്ക് ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര ഞങ്ങൾ അനുവദിച്ചു തരാം. ഇപ്പൊ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പൊ ഈ ഇടയ്ക്ക് ഇപ്പൊ മഹിളാ സമാജക്കാര് ഒരു പ്രക്ഷോഭമായിട്ട് കൊട്ടാരക്കരയ്ക്ക് വന്നു തോന്നുന്നു. അവര് KSRTC കയറി ഇരുന്ന് യാത്ര ഫ്രീ ആയിട്ട് യാത്ര ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ എനിക്കൊന്ന് കണ്ടക്ടർ എങ്ങനെ അവരുടെ പേഴ്സണൽ പൈസക്ക് ടിക്കറ്റ് എടുത്തിട്ട് അവർ യാത്ര ചെയ്യിപ്പിച്ചു. അപ്പൊ അങ്ങനെയും കുറെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ ഇപ്പൊ UDF സർക്കാർ ചെയ്ത ഏറ്റവും ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അവര് പ്രോപ്പർ ആയിട്ട് പറഞ്ഞിട്ടില്ല. അതായത് നിങ്ങൾക്ക് ഓർഡിനറി ബസ്സുകളിൽ തരാം, അല്ലെങ്കിൽ ഞങ്ങളൊരു പുതിയ ബസ് നിങ്ങൾക്ക് വേണ്ടി ഇറക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫാസ്റ്റോ അല്ലെങ്കിൽ ഡീലക്സിലോ എന്തോ ആയിക്കോട്ടെ. ഇപ്പോ മറ്റേ LDF സർക്കാരിന്റെ ഭരണ സമയത്ത് അവര് അതായത് നഷ്ടത്തിലിരുന്ന ഒരു KSRTC സ്ഥാപനം പുള്ളിക്കാരൻ ഗണേഷ് കുമാറാണല്ലോ. അപ്പൊ പുള്ളിക്കാരൻ കുറെ മാറ്റങ്ങളും കൊണ്ടുവന്നു. പുള്ളിക്കാരന്റെ പേഴ്സണൽ ലൈഫിൽ എന്തോ പ്രശ്നമായിക്കോട്ടെ, അല്ലെങ്കിൽ പുള്ളിക്കാരൻ ഇലക്ഷന് തോറ്റോട്ടെ, അതൊക്കെ ഇലക്ഷൻ അതിപ്പോ ജയവും വിജയം നമ്മൾ പറഞ്ഞ വിജയം എല്ലാം ഉണ്ടാവും. അത് നമ്മളെ കൊണ്ട് നടന്ന പ്രസ്ഥാനം വൃത്തിയായിട്ട് കൊണ്ട് നടന്നിട്ടുണ്ട്. അത് 100% പുള്ളിയെ കൊണ്ടാവുന്ന അത് പുള്ളിക്ക് അത് എനിക്ക് തോന്നുന്നു പുള്ളിക്കാരനെ അത് പറ്റത്തുള്ളൂ. ആ പുള്ളിക്കാരനെ ഗതാഗതം പുള്ളിയുടെ കൈ കൊടുത്താൽ ഞാൻ ഓക്കെയാണ്. ഇപ്പൊ അതിന്റെയും പ്രശ്നങ്ങൾ കുറെ ഉണ്ട്. മറ്റേ RTFs അത് വേറെ കാര്യം. അങ്ങനെ ഇപ്പൊ പുള്ളിക്കാരൻ ഇപ്പൊ കുറെ അതായത് ബിസിനസ് ക്ലാസ് ബസ് വരെ പുള്ളി കൊണ്ടിറക്കി. മറ്റേ ഹോസ്റ്റസ് എല്ലാം ഉണ്ട്, ഫ്രിഡ്ജ് ഉണ്ട്, പല കാര്യങ്ങളുണ്ട്. അതുപോലെ അതിന്റെ പിന്നെ കുറെ മറ്റേ പ്രീമിയം സൂപ്പർ ഫാസ്റ്റുകൾ, അങ്ങനെ ഡീലക്സ്, വോൾവോ, അങ്ങനെ കുറെ ബസ്സുകൾ പുള്ളി, ലോ ഫ്ലോർ, അങ്ങനെ കുറെ ബസ്സുകൾ പുള്ളി ഇറക്കി. ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇത്രയും കോടികൾ ഇറക്കി വെച്ചിട്ട് ബസ്സിനകത്ത് ഇവര് ഫ്രീ ആയിട്ട് പോയി കഴിഞ്ഞാൽ എന്തൊരു നഷ്ടമായിരിക്കും KSRTC. ഇപ്പൊ എന്നിട്ടും നഷ്ടമല്ലായിരുന്നു. ഇപ്പം ഗണേഷ് കുമാറിനാണെങ്കിൽ ഫ്രീ ആയിട്ട് കൊടുക്കാം, പക്ഷെ അത് നഷ്ടത്തിലോട്ട് വരും. ഇപ്പൊ കോൺഗ്രസിന് ഏറ്റവും ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നഷ്ടത്തിലാവാതെ നടത്തുന്നു. ആർക്കോണേം ചെയ്യാം, ആർക്കോണേം ഫ്രീ ആയിട്ട് കൊടുക്കാം. പക്ഷെ ഒരു കോമൺ മാൻ വേണമെങ്കിൽ ആലോചിച്ചാൽ മനസ്സിലാവും ഇത് നഷ്ടത്തിൽ പോകുന്നൊരു തീരുമാനമാണ്. പിന്നെ നല്ല തീരുമാനമാണ്, ശരിയാ. പക്ഷെ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനം അത്രയ്ക്കും എന്താ പറയാ സമ്പദ് വ്യവസ്ഥയിൽ അത്രയും ഹൈ നിൽക്കണം. ഇപ്പൊ തമിഴ്നാട് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിന് അവർക്ക് അങ്ങോട്ട് കൊടുക്കാനുള്ള അത്രയും വലിയ സ്റ്റേറ്റ് ആണ്. നമ്മുടെ കേരളം എന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ. ഇത്രയും ഇതിനകത്തൊരു 3.5 കോടി ജനങ്ങളേ ഉള്ളൂ. ഈ 3.5 കോടി ജനങ്ങളുടെ ടാക്സും അല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള പൈസ വെച്ചാണ് ഇതെല്ലാം ചെയ്യുന്നത്. റോളിംഗ് ആണ് എല്ലാം. ഇപ്പൊ ഈ പൈസക്ക് ആലോചിക്കുക. ഇപ്പൊ കേരള സർക്കാർ തമിഴ്നാട്ടിൽ ഞാൻ പറഞ്ഞില്ല, ആ ന്യൂസിൽ കണ്ട 460 കോടിയോളം കർണാടക സർക്കാരും തമിഴ്നാട് സർക്കാരും ഇവർക്ക് ബസ്സിന് അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. ഇവർക്ക് ഈ സ്ത്രീകളുടെ നികത്താൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മുടെ കേരളത്തിൽ ആലോചിക്കുക മാസം എത്ര രൂപ ഇപ്പൊ KSRTC ബസ്സിനകത്ത് ഇപ്പൊ നമ്മൾ ശ്രദ്ധിച്ച പോലെ എനിക്കൊന്ന് ഒരു ബസ്സിനകത്ത് 10 കോടി വരെ ലാഭത്തിൽ പോകുന്നുണ്ട്. അതിനകത്ത് ഒരു 60% സ്ത്രീകളാണ്. ഈ സ്ത്രീകൾ മാറിക്കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കിയേ, 10 കോടിക്ക് അതിന്റെ 60% പോയി കഴിഞ്ഞാൽ പിന്നെ 3.5 കോടിയേ ഉള്ളൂ. 3.5 കോടി ബസ്സിനകത്ത് ഇടുന്നുള്ളൂ. ഡീസൽ ഈ പറയുന്ന എത്ര ബസ്സുണ്ട്, ഈ ബസ്സിന്റെ ഡീസൽ അടിക്കണം. ഇത്രയും ബസ്സുകൾക്ക് അല്ലെങ്കിൽ സ്റ്റാഫുകളുടെ നടക്കാൻ പോകുന്ന പറഞ്ഞാല് സ്റ്റാഫിന്റെ ശമ്പളം മുടങ്ങും. പഴയ പോലെ തന്നെ അതെ, മാസങ്ങളോളം പെൻഡിങ് വരും. ഒരു വണ്ടിക്ക് ടയർ മാറാൻ എത്ര രൂപ? ഇതെല്ലാം ഓടുമില്ലേ? വണ്ടിക്ക് ഡീസൽ മാത്രം പോലെ ടിക്കറ്റിന്റെ വർധന. അതെ, നമ്മുടെ ഡീസൽ പെട്രോളിന്റെ ഇത് ഫ്രീ ആയിട്ട് കൊടുക്കാൻ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നത്. ഇതിപ്പം ഇവന്റെ കഞ്ഞിന്ന് എടുത്ത് അപ്പുറത്തവന്റെ കഞ്ഞി ഇട്ടു ആ പരിപാടി അതേ നടക്കൂ. അല്ല, കുറ്റം പറഞ്ഞാൽ ഇത് തീരുമാനം എന്നാലും ഇത് നല്ല രീതിയിൽ നഷ്ടമില്ലാതെ കൊണ്ടുപോയാൽ ഓക്കെ, നല്ല പരിപാടിയാണ്. എടാ, അങ്ങനെ നഷ്ടമില്ലാതെ കൊണ്ടുപോകണമെങ്കിലുണ്ടല്ലോ നമ്മുടെ സംസ്ഥാനം അത്രയ്ക്കും സാമ്പത്തികമായിട്ട് മുന്നോട്ട് സംസ്ഥാനമായിരിക്കണം. നമ്മൾ ഇതുവരെ പിന്നോക്കം ഉള്ളവരല്ല. എന്നാലും ഒരു സമ്പദ് വ്യവസ്ഥയിൽ ഇപ്പൊ
ഇപ്പൊ ഈ പറഞ്ഞ കണക്ക് തന്നെ ഇപ്പൊ ഒരു 10 കോടി രൂപ വരുമാനം വരും ഒരു ദിവസം അല്ലെങ്കിൽ വരുമെന്നുണ്ടെങ്കിൽ അതിനകത്ത് 6 കോടി രൂപയോളം സ്ത്രീകളുടെ അതെ ഞാൻ ചോദിച്ചേ ഇപ്പൊ 10 കോടി ഒരു മാസം അല്ല 10 കോടി ഒരു ദിവസം കിട്ടും, ഒരു മാസം ആവുമ്പോൾ 300 കോടി കിട്ടും. 300 കോടി കിട്ടുന്ന ബസ്സിനകത്തുനിന്ന് KSRTC-ക്കകത്തുനിന്ന് 60 കോടി വെച്ച് ഒരു ദിവസം 6 കോടി വെച്ച് പോയി. അപ്പൊ നല്ല ചോദിക്കേ 120 കോടി സംതിങ്ങേ കിട്ടത്തുള്ളൂ. 120 കോടി വരുന്നുള്ളൂ. 3000 കോടി 60% റവന്യൂ പോവും KSRTC-കകത്തുനിന്ന്. അത് അല്ലെങ്കിൽ നമ്മുടെ സർക്കാർ അതിനുപരിയായിട്ടുള്ള ഒരു നല്ലൊരു എന്താ പറയാ വഴി കണ്ടെത്തുള്ളൂ. ഇപ്പൊ ജൂൺ 15-ന് പുള്ളിക്കാരൻ പറയുന്ന സ്ത്രീകൾക്ക് അന്നോട്ടാണ്. ഇനിയിപ്പോ എത്ര 15-20 ദിവസമേ ഉള്ളൂ. ഇപ്പൊ 20 ഇപ്പൊ ആ ഡേറ്റ് വെച്ച് ഇപ്പൊ നോക്കുവാണെങ്കിൽ എനിക്ക് 10 ദിവസം കൊണ്ടേ ഉള്ളൂ. ഇനി കഷ്ടി 15 ദിവസം കഷ്ടേ ഉള്ളൂ. അപ്പൊ ഇനിയുള്ള കാലങ്ങളിൽ അല്ലെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ ഇവര് ഇപ്പൊ ഇലക്ഷന് വേണ്ടിട്ട് മുന്നോട്ടും പറഞ്ഞ കാര്യം ഇതിപ്പോ ഇവരെ തിരിച്ചടിക്കാൻ പോകും. കാരണം ഇപ്പൊ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പ്രൈവറ്റ് ബസ്സുകാർ അടിയിപ്പോ പ്രൈവറ്റ് അതൊരു വലിയ നെഗറ്റീവ്. ഓൾറെഡി അവര് തുടങ്ങി പ്രൈവറ്റ് ബസ്. ഇപ്പം KSRTC-യിൽ സൗജന്യ യാത്ര എന്ന് പറയുമ്പോൾ സ്ത്രീകൾ കൂടുതലും പ്രൈവറ്റിൽ കയറാൻ നോക്കത്തില്ല. ഇല്ല രാവിലെ ഇപ്പം പ്രൈവറ്റിലും ഒരു പകുതിയിൽ കൂടുതൽ വരുമാനം വരുന്നത് സ്ത്രീകളിൽ നിന്നാണ്. അപ്പൊ 2 ബസ്സും കൂടെ എക്സ്ട്രാ ഇറക്കുവാണെങ്കിൽ KSRTC പ്രൈവറ്റ് ബസ് ഇപ്പം നമ്മുടെ ഒരു ബസ് മുമ്പേ ഓടുന്നു, പ്രൈവറ്റ് ബസ് അല്ല KSRTC അതിന്റെ തൊട്ട് പുറകിൽ അതിന് തൊട്ട് മുമ്പിലുണ്ടെങ്കിൽ സ്ത്രീകളെല്ലാം അതിനകത്തല്ലേ കയറുന്നത്. അപ്പം ഈ പൈസ കൊടുത്ത് പിന്നെ ആരും പോകാൻ നോക്കത്തില്ലല്ലോ. അല്ല എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇവര് ചെയ്യാൻ പോകുന്നത് ഓർഡിനറി ബസ്സിനകത്ത് ആക്കും, ഓർഡിനറി ബസ്സുകളിൽ മാത്രം ആക്കും. അതല്ല എങ്കിൽ അല്ല ഈ പ്രൈവറ്റ് ഉപയോഗിക്കുന്നവര് ഓർഡിനറിയിൽ ഉപയോഗിക്കുന്നത്, പ്രൈവറ്റ് ഉപയോഗിക്കുന്നവര് ഫാസ്റ്റ് പോകത്തില്ലല്ലോ. ഇല്ലല്ല അല്ല ഞാൻ പറഞ്ഞതാ ഇപ്പൊ സർക്കാർ ചെയ്യാൻ പോകുന്നത് എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഒന്നെങ്കിൽ ഇങ്ങനെ ഓർഡിനറിക്കകത്ത് ഇവർക്ക് ഫ്രീ ആക്കും. ഈ പ്രൈവറ്റിനകത്ത് ഈ പറയുന്ന സൂപ്പർ ഡീലക്സ് അല്ലെങ്കിൽ ഫാസ്റ്റ് പാസഞ്ചർ ബിസിനസ് ക്ലാസ്സിനകത്തൊന്നും ഫ്രീ ആയിരിക്കത്തില്ല. ഇനിയിപ്പം പഴയ പോലെ തന്നെ പല വണ്ടികൾ കട്ടപ്പുറത്ത് കയറും. KSRTC തന്നെ എത്ര വണ്ടികൾ കയറിയിട്ടുണ്ടായിരുന്നു മുമ്പ്, അതുപോലെ ഓരോ വണ്ടികളായിട്ട് നിർത്തും, അല്ലെങ്കിൽ പ്രൈവറ്റ് ബസ്സുകാർ നിർത്തും. നീ നോക്കിയോ അല്ല ഇനിയിപ്പോ നോക്കിയപ്പോ അടുത്ത സമരം വരും. നീ നോക്കിയോ അവിടെ ഒരു ജൂൺ അവസാനത്തിനുള്ളിൽ 2 സമരം മസ്റ്റ് പ്രൈവറ്റ് ബസ്സുകാരുടെ സമരം കാണും. കാരണം അവര് മൊത്തത്തിൽ അട്ടപ്പടലും പോകും. അതെ, ഈ ബസ് എടുത്തിട്ടെല്ലാം നഷ്ടത്തിലായി. ഇപ്പൊ ഈ ആണുങ്ങളുടെ കാര്യം പറഞ്ഞാൽ ആണുങ്ങള് കുറെ പേര് അവര് സ്വന്തം സ്കൂട്ടിയിലോ അല്ലെങ്കിൽ അവരുടെ സ്വന്തം വണ്ടിയിലങ്ങ് പോകും, യാത്ര ചെയ്യും. സ്ത്രീകളാണ് ഈ ബസ് എന്നുള്ള ഒരു ഇപ്പോഴും ബസ്സിനെ എന്താ പറയാ അങ്ങനെ KSRTC ബസ്സിനെ ഇപ്പോഴും അവര് ഇതായത് ആശ്രയിക്കുന്നത് സ്ത്രീകൾ തന്നെ. അവർക്ക് KSRTC ആയാലും പ്രൈവറ്റ് ബസ് ആയാലും രണ്ടും കൂടുതലും ആശ്രയിക്കുന്ന സ്ത്രീകൾ തന്നെയാണ്. അപ്പം അവർക്ക് സൗജന്യമാകുമ്പോഴത്തേക്കിനും വരുമാനത്തിൽ നല്ലൊരു ഇടിവ് വരും, നല്ലൊരു ഭാഗം ഇടിവ് വരും. അത് ഇവര് കറക്റ്റായിട്ട് ഫസ്റ്റില് പറയണമായിരുന്നു. ചിലപ്പോ പുള്ളി ചിന്തിച്ചത് ചിലപ്പം അങ്ങനെ ആയിക്കോട്ടെ, ഒരു സഹായം ആയിക്കോട്ടെ എന്നുള്ള രീതിയിലായിരിക്കും പുള്ളിയുടെ തീരുമാനം. നല്ല കാര്യം തന്നെയാണ്. പക്ഷെ ഇങ്ങനെ ഒരു നെഗറ്റീവ് വശം കൂടെ ഉണ്ട്. നമ്മുടെ വീട്ടിലുള്ളവരൊക്കെ യാത്ര ചെയ്യുമ്പോൾ പൈസ വേണ്ടല്ലോ, അപ്പൊ നല്ല കാര്യം തന്നെ. പക്ഷെ പ്രശ്നം എന്ന് വെച്ചാൽ ഇതാണ്, ഇതിപ്പോ നോക്കിയാണ് പ്രതിപക്ഷം ഇതൊക്കെ എടുക്കും. പ്രതിപക്ഷമൊക്കെ ഇതൊക്കെ ഇതൊക്കെ എടുക്കും. ഇതൊക്കെ അവരിങ്ങനെ നോക്കിയിരിക്കുകയാണ്. ജൂൺ 15 എന്ന് പറയുന്ന ദിവസം അവരെല്ലാം നോക്കിയപ്പോ ഇതൊക്കെ ആലോചിച്ചെടുക്കേണ്ട തീരുമാനങ്ങളായിരുന്നു. പക്ഷെ എന്റെ ഒരു അഭിപ്രായത്തിൽ നല്ല കാര്യം തന്നെ കേട്ടോ. നഷ്ടത്തിലാവുമായിരിക്കും, അത് നമുക്കറിയില്ല. നല്ല കാര്യമാണ്, നല്ല തീരുമാനമാണ്. പക്ഷെ എല്ലാം നോക്കണമല്ലോ. പോസിറ്റീവ് പറയുമ്പോ അതിനൊരു നെഗറ്റീവ് വശവും കാണും. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെ KSRTC നഷ്ടത്തിലാവും, നല്ലപോലെ നഷ്ടത്തിൽ പോകും. പ്രൈവറ്റും പ്രൈവറ്റ് ബസ്സുകാർ മൊത്തത്തിൽ അവരുടെ ഓണേഴ്സ് എല്ലാം അവരെല്ലാം എനിക്ക് ഒരു 80% അവര് അടിപ്പോവും. പിന്നെ ജോലിക്കാരുടെ ശമ്പളം, പെട്രോൾ ഡീസലിന്റെ വില കൂടുമ്പോ തന്നെ പ്രൈവറ്റ് ബസിന്റെ അതിന്റേതായിട്ടുള്ള സമരം വരും. ജോലിക്കാർക്ക് ശമ്പളം കിട്ടത്തില്ല. അല്ലെങ്കിൽ പിന്നെ എന്താണ് സർക്കാർ ഇത് നികത്തുള്ള പൈസ കൊടുക്കും. ഇത്ര മാസം ഇത്ര കോടി രൂപ ഞങ്ങള് KSRTC-ക്ക് തരാം. KSRTC-യുടെ ഒരു പ്രശ്നം അതൊരു വലിയൊരു വിഷയത്തിലോട്ട് അല്ല ഈ സമരം അടി വഴക്ക് എന്നുള്ള കാര്യത്തിലോട്ട് പോകും. ഉറപ്പാ 101% എന്തായാലും ഫസ്റ്റ് സമരം പ്രൈവറ്റ് ബസ്സുകാരുടെ അവരുടെ ഒരു സമരം എന്തായാലും. ഇത് ഭരണത്തില് വന്ന് എനിക്ക് സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പേ പെണ്ണുങ്ങളെല്ലാം കൂടെ കയറി എന്ന് വണ്ടിക്കകത്തിരുന്ന് സമരം നടത്തി. ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് പോകണം പറഞ്ഞു ജയിച്ചപ്പോഴേ. അതെ, അത് കൊട്ടാരക്കര തന്നെ. അതെ, അന്നേരം ഇനിയിപ്പോ വേണ്ട 15 പ്രാബല്യത്തിൽ വരുന്നത് 15-ാം തീയതി വെയിറ്റ് ചെയ്യുക. 15 വെയിറ്റ് ചെയ്യുക. എല്ലാം ചാടി കയറും. ടിക്കറ്റ് വെച്ചാൽ കൊടുക്കത്തൂല, തിരിച്ചില്ല.
ആ ഉറപ്പാ. അല്ല വേറെ കാര്യമുണ്ട്, ഇതിപ്പോ നോർമൽ ജനങ്ങളെയും കാട്ടി ഉണ്ടല്ലോ എതിർ പാർട്ടി പ്രതിപക്ഷമായിരിക്കും പണിയാൻ നോക്കുന്നത്. അതങ്ങനെയാണല്ലോ, ഒരു ചടങ്ങ് അതാണല്ലോ, ഒരു നിയമരീതി വെച്ചും പരിപാടി വെച്ചും അവര് ഭരിക്കുമ്പോ ഇവരും അങ്ങനെ അതാണേ, അതാണല്ലോ പണി കൊടുക്കണമല്ലോ. അപ്പം നമുക്ക് അല്ല ഇതേ ഉള്ളൂ, നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ പറഞ്ഞതാ. അതായത് ഞങ്ങൾക്ക് തോന്നിയ നോർമൽ ജനങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ തന്നെ. ഇപ്പൊ നമ്മൾക്ക് വീട്ടിൽ നിങ്ങൾക്ക് എടുത്താലും ഇതൊക്കെ ഞങ്ങൾക്ക് തോന്നിയ കാര്യങ്ങൾ, അത് ഇതൊക്കെ നമുക്ക് തന്നെ തോന്നി. ഈ എങ്ങനെയും അവര് ചിലപ്പോൾ കാണട്ടെ, അവരുടെ അഭിപ്രായം പറയട്ടെ, എല്ലാവരുടെ അഭിപ്രായങ്ങൾ പറയാം. അപ്പൊ നല്ലൊരു, അപ്പൊ ഇനിയും പുതിയ ടോപ്പിക്കുകൾ നമ്മൾ വരും. അപ്പം അന്നത്തോട്ട് എല്ലാം പറഞ്ഞ പോലെ എല്ലാം ഒരിടത്തും കഴിഞ്ഞ വീഡിയോ നമ്മൾ പറഞ്ഞ പോലെ എല്ലാ സപ്പോർട്ടും സ്നേഹവും എല്ലാം നിങ്ങളുടെ കാണണം. ചൂട് മാറി മഴയാന്ന് വിശ്വസിക്കുന്നു. മഴയാണെന്ന് വിശ്വസിക്കുന്നു. ജിതിൻ വരും, അവനും അടുത്ത വീഡിയോയിൽ എന്തായാലും കാണും. അവൻ ഇപ്പൊ ഇച്ചിരി ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ട് അവൻ ബിസിയാണ്. അവൻ അടുത്ത വീഡിയോ എന്തായാലും കാണും. അപ്പോൾ ഞങ്ങൾ 4 പേരുമായിട്ട് അടുത്ത വീഡിയോ വരുന്നുണ്ട്. കുറെ പ്ലാനൊക്കെ ഉണ്ട്, അതൊക്കെ നടത്തട്ടെ. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവരും സപ്പോർട്ടാണ്. താങ്ക് യു.